വെള്ളാപ്പള്ളി വെറുതെ പറയുന്നതല്ല, അജണ്ടയുണ്ട്, കൃത്യമായ അജണ്ടയുണ്ട്. അയാൾ പറയട്ടെ. അണ്ണാക്കിൽ കയറി ചൊറിഞ്ഞത് കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിലെ ഈഴവ സമുദായത്തിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്തത്? അയാൾ പറഞ്ഞൊരു പൊട്ടത്തരം നിങ്ങൾക്കറിയോ? എന്താ പറഞ്ഞറിയോ? മലപ്പുറത്ത് കോളേജ് അനുവദിച്ചില്ല ലീഗ്, മുസ്ലിങ്ങൾ. എൻ്റെ വെള്ളാപ്പള്ളി, ഒരു സ്ഥാപനത്തിന്, ഒരു സംഘടനക്ക് കോളേജ് കിട്ടണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ വെള്ള പേപ്പറിൽ ഒരു പരാതി, ഒരു അപേക്ഷ കൊടുക്കണം. ഇത് വെള്ളാപ്പള്ളിക്ക് അറിയോ? വെള്ളാപ്പള്ളി കള്ളു കച്ചവടമല്ലാതെ വേറെ എന്തെങ്കിലും അറിയോ? അറിയുമെങ്കിൽ ഞാൻ പറയട്ടെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി അന്വേഷിക്കാം. വെള്ളാപ്പള്ളിയുടെ സംഘത്തിൻ്റെ പേരിൽ ഒരു കഷണം പേപ്പറിൽ ഒരപേക്ഷ കൊടുത്തിട്ടില്ല. ഇവിടെ അധ്യാപകന്മാർ വേദിയിലുണ്ട്, ഈ പരിസരത്തുണ്ട്. ഞാൻ അവരോട് പറയട്ടെ, നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോ, കോഴ്സ് റദ്ദ് ചെയ്യാണ്. കോഴ്സ് റദ്ദ് ചെയ്യാണ്. എന്താ കാര്യം എന്നറിയാം? ഞങ്ങൾ പഠിക്കാൻ കുട്ടികളില്ല. പഠിക്കാൻ കുട്ടികളില്ലാതെ കോഴ്സ് റദ്ദ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി അൺഎയ്ഡഡ് സ്കൂളുകളും കോളേജ് പോലും കൊടുത്തില്ല എന്ന് പറയുന്നത് അസംബന്ധമല്ലേ? നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തല്ലാനും ചാവാനും ഈ രാജ്യത്തിലെ സമൂഹത്തെ വിട്ടുകൊടുക്കാനാണോ ശ്രീനാരായണ ഗുരുദേവൻ ഒരു മഹത്തായ പ്രസ്ഥാനം ഉണ്ടാക്കിയത്? ഈ മലബാറിലെ SNDP മൂവ്മെന്റിന്റെ രാഷ്ട്രീയപരമായ മൂവ്മെന്റിന് വേണ്ടി എന്താണ് വെള്ളാപ്പള്ളി നിങ്ങൾ കഴിഞ്ഞ കാലത്ത് ചെയ്തത് എന്നൊന്ന് പറ. ആർ ശങ്കറിന് ശേഷം ഈ രാജ്യത്തിലെ ഈഴവ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വെള്ളാപ്പള്ളിയുടെ മകൻ വിദേശത്ത് പോയി കള്ള കേസ് നടത്തിയാൽ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ, കള്ള കച്ചവടം നടത്തിയാൽ കൊണ്ടുവരാൻ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളിയുടെ കള്ള് കച്ചവടം നടത്താൻ, സ്ഥലക്കച്ചവടം നടത്താൻ ഈഴവ സമുദായത്തിന്റെ വോട്ട് ബാങ്കിനെ വെള്ളാപ്പള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. അതല്ലാതെ ഈഴവ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എന്താ വെള്ളാപ്പള്ളി ഈ 10, 20, 30 കൊല്ലം കൊണ്ട് ചെയ്തത് എന്ന് പറയട്ടെ. അല്ല, കള്ളു കച്ചവടമല്ലാതെ. അതുകൊണ്ട് ഈ അയാൾ എന്നെ പറഞ്ഞു 90 വയസ്സാണ് ഈ പടുകളവൻ. ഈ നാട് കത്തിക്കാൻ വന്നാൽ അങ്ങനെയൊന്നും കത്തിപ്പോകുന്ന നാടല്ല ഇത്. ശ്രീനാരായണ ഗുരുദേവൻ പാടി വളർത്തിയെടുത്ത ഒരു മണ്ണാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനേ ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നുള്ളൂ.